ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്നെ ആരും ചീത്ത പറയല്ല കേട്ടോ. ഞാൻ ഇന്നൊരു വലിയൊരു സോറും ചോദിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം അതായത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് ദിവസങ്ങളായി. അപ്പോൾ അതൊരു വലിയൊരു സോറും ചോദിച്ചോണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിട്ടുള്ള വീഡിയോ എല്ലാവരും കാണണം. പിന്നെ കുഞ്ഞൊരു ചാനലല്ലേ, അതൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുള്ള അറിവോട് കൂടിയിട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ശാലിനി എന്നാണ്. ശാലിനി പുതുക്കാടുള്ളതാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാൻ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ ശാലിനീനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണത്. എന്നിട്ട് ഈ ശാലിനി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് വന്ന സമയം എപ്പോഴാണെന്നറിയോ? ഏകദേശം ഒരു 10:30. അത്ര നേരം രാജുവേട്ടൻ എന്നെ ഒരു 9:30 ഇവിടെ വടക്കേ സ്റ്റാൻഡിൽ ബിനീയുടെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പുതുക്കാട്ടിൽ നിന്നാണ് കേട്ടോ വരുന്നത്. ആ കുട്ടി വന്ന സമയം എന്ന് പറയുന്നത് ഒരു ഏകദേശം 10:30 കേട്ടോ. എൻ്റെ മുന്നേ നടന്നു പോകുന്ന ഈ ഒരു കക്ഷിയാണ് ശാലിനി. പക്ഷേ ഞാൻ മുഖമൊന്നും കാണിക്കണില്ല കേട്ടോ, ഞാൻ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പുത്തമ്പള്ളി വന്നിറങ്ങിയപ്പോൾ അവിടെ ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. അതായത് വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ്, ഊട്ടുതിരുനാളാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, കുർബാന അതൊക്കെ നടക്കണ ഒരു സമയമായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പള്ളിമുറ്റത്ത് വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ശാലിനിയും ഞാനും കൂടി അവരുടെ ആ ഒരു മതവിശ്വാസപ്രകാരം തന്നെ അവൾക്ക് ആ ഒരു ഇതറിയാലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥനയും ആ കുർബാനയിലൊക്കെ ആ കുട്ടിയും ഞാനും പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. പക്ഷേ ആ ഒരു സമയത്തുണ്ടല്ലോ, പള്ളിയിൽ നിന്ന് അങ്ങനെ കിട്ടണ ആ ഒരു ഊട്ടുതിരുനാൾ ഒഴിവാക്കിയിട്ട് അവർ പായസ വിതരണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടണ ഫണ്ടൊക്കെ എടുത്തിട്ട് അവർ വയനാട് ദുരന്തത്തിൽ പെട്ടിട്ടുള്ള ആ ഒരു ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യാനായിട്ട് ആ പൈസ ഉപയോഗിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആ ഒരു പ്രാർത്ഥനാ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ 1:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തി. ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് കയറിയത്. പിന്നെ ഞാൻ ശാലിനിയുടെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. ആ ഒരു സമയത്ത് മേലെ കൂടെ ഒരു ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നിന്ന് വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി വന്ന് പിന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല മടുത്ത് തന്നെ പറയണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു കൈപ്പേളയുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ സ്നേഹപുരം പുതുക്കാട് നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സ്നേഹപുരം പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഒരു കപ്പേളയിലേക്ക് അങ്ങനെ പോണത്. പിന്നെ ഇത് ശാലിനിയുടെ വീടും പരിസരമൊക്കെയാണ്. അത് എനിക്കിപ്പോൾ ഇനി എപ്പോഴും കാണാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ ശാലിനിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രാജുവേട്ടൻ ശബരിമലയ്ക്ക് നോയമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എവിടേക്കും പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ശാലിനിയുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ആകെ കൂടെ ഒന്ന് പോകുന്ന ഒരു സ്ഥലം ശാലിനിയുടെ വീടല്ലേ, അപ്പോൾ ഒന്ന് പോയി നിന്നിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ കൈപ്പേളയിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ തൊട്ടടുത്ത് തന്നെയാണ്, 2 അടി നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുറ്റത്ത് നിന്നിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്ത് ശാലിനി വീടൊക്കെ പൂട്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ഞാനും ശാലിനി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശാലിനി അവിടെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ നോക്കിയപ്പോൾ വേറൊരു ചേച്ചി കൂടി കയറി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി നേരം ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ അങ്ങനെ ആവാറായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിത് പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഞാനിവിടെ നിന്നിട്ട് ഭയങ്കര വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, നമ്മുടെ വീഡിയോസിന് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടേതായിട്ടുള്ള വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് മാത്രമാണ് കേട്ടോ. ഒരുപാട് വ്യൂസോ അല്ലെച്ചെങ്കിൽ അങ്ങനെയൊന്നുള്ള ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം കേട്ടോ, ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നുമുള്ള ഒരു ചാനലല്ല അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എന്താ പറയുക, വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ലൈവൊക്കെ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപ്രകാരം ഞാൻ അവിടെ നിന്ന് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ശാലിനി ഭയങ്കര എന്താ പറയുക വിശ്വാസക്കാരിയാണ് കേട്ടോ. അത് ശാലിനിയുടെ വീട്ടിൽ കുറേ ദൈവങ്ങളുടെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അവൾ എല്ലാം മികച്ച ചിട്ട ഒരു പടി തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ
അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, എനിക്കൊന്ന് മാറി നിൽക്കാനുള്ള ഒരു വീട്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട്. പിന്നെ ഫുഡ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ ഇന്ന് ഫുഡ് ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നമ്മളിവിടെ ദോശയും എന്താ പറയുക, അതുപോലെ തന്നെ ചമ്മന്തി, സാമ്പാർ, ഇതാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ശാലിനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് രാജീവേട്ടനൊക്കെ ഫോൺ ചെയ്തു. രാജീവേട്ടനുള്ളത് വടക്കാഞ്ചേരിയിലാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ വീഡിയോടൊപ്പം തന്നെ വേറൊരാളും കൂടെ, അത് പ്രത്യേകിച്ച് മുഖമൊന്നും കാണിക്കാനായിട്ടില്ലെങ്കിലും പരസ്പരം ഷെയർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒന്ന് പുറത്ത് പോകാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടായി. അതൊക്കെ എന്നെ സംബന്ധിക്കുന്നിടത്തോളം വലിയ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിലൂടെ കാണിക്കണം എന്നുള്ളതിനേക്കാളും സന്തോഷം എന്നുള്ളത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് ഇതിലുണ്ടാവുന്ന ഒരു സന്തോഷം അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. അപ്പോൾ എനിക്കിത് എന്തെങ്കിലും ഒരു കാണണം, എനിക്കിതൊരു കാഴ്ചയായിട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് കൂടെ അപ്ലോഡ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഞാനിത്. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നിൽക്കണം നേരത്ത്, ഞാൻ വോയിസ് കൊടുക്കാൻ നിൽക്കണം നേരത്താണ് ഇന്ന് നമ്മുടെ അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ടി വിയിൽ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു. ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് ഒരു നിമിഷമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. അവരുടെ വീട്ടുകാർക്ക് ആ ഒരു സങ്കടം, ആ ഒരു വിഷമം സഹിക്കാനുള്ള ആ ഒരു ശേഷി അതുണ്ടാവട്ടെ എന്നുള്ളത് മനസ്സുകൊണ്ടൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മുടെ കുടുംബത്തിലൊരു അംഗം വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന നമുക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ അർജുനും നമ്മുടെ ഫാമിലിയിലുള്ള ഒരു അംഗത്തിനെ പോലെ തന്നെയല്ലേ ഇന്ന് എല്ലാ മലയാളികളും കണ്ടിട്ടുള്ളത്, അങ്ങനെ തന്നെയായിരിക്കും ആണ്. അപ്പോൾ ആ ഒരു വേദനയും കൂടെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് സന്തോഷങ്ങളും കുറച്ച് വിഷമങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ നമ്മുടെ എല്ലാവരുടെയും ദിവസങ്ങളൊക്കെ അങ്ങനെ കടന്നു പോണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം നമുക്കും കടന്നുപോയി. പിന്നെന്താ, ഞാൻ ഇപ്പോൾ ശാലിനിയുടെ വീട്ടിലല്ലേ ഉള്ളത്. സൺഡേ ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും, രാജുവേട്ടൻ കൊണ്ടുവരാനായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പറയാനായിട്ട്. അപ്പോൾ എന്താ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ദിവസം വേഗം വീഡിയോ ആയിട്ട് വരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇനി കാണുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസങ്ങളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.